ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 72-ാമത്തെ സങ്കീർത്തനം. രക്ഷകനായിട്ടുള്ള രാജാവ്. 20 വചനങ്ങളുള്ള ഈ സങ്കീർത്തനം രാജാവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഒരു രാജകീയ സങ്കീർത്തനമായിട്ട് ഇതിനെ കാണാൻ പറ്റും. നിത്യമായി നീതി നടത്തുവാനും ബലഹീനരായിട്ടുള്ളവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ആശ്രയമായിട്ടുള്ള ഈശോയുടെ രാജ്യത്വത്തെ ഏറ്റുപറയുകയാണ് ഈ സങ്കീർത്തനമെന്ന് നമുക്ക് തോന്നിപ്പോകും. ആരാധനാക്രമങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത്. ദൈവം നമ്മളിൽ ഭരണം നടത്തുമ്പോൾ അനുഗ്രഹവും സമൃദ്ധിയും നന്മയും ഒരുവന് കൈവരും. ദൈവം ഭരണം നടത്തുമ്പോൾ മനുഷ്യർക്കെല്ലാവർക്കും നന്മ ലഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയിലൂടെ നാം എല്ലാവരും ദൈവീക നന്മയുടെ ചാലുകളായിട്ട് മാറണമെന്ന്. നാം എല്ലാവരും ദൈവികമായിട്ടുള്ള നീതിയും സമാധാനവും അനുഭവിക്കണമെങ്കിൽ ഈശോയിലേക്കും അവിടുത്തെ തിരുവചനങ്ങളിലേക്കും തിരിയേണ്ടതുണ്ട്. ദൈവമായ നിത്യനായിട്ടുള്ള രാജാവേ, അങ്ങയുടെ പുത്രനായ മിശിഹായിലൂടെ ഞങ്ങൾക്ക് നിരന്തരം സഹായം നൽകണമേ. ഞങ്ങളെ തിന്മ ഭരിക്കാതെ അങ്ങയുടെ ഭരണത്തിൻ്റെ കീഴിൽ നിലനിർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ജനപദങ്ങളും അവിടുത്തെ നീതിയും സമാധാനവും അനുഭവിച്ച് ജീവിക്കുവാൻ ഇടയാകണമേ. ദൈവം നമ്മളെ ഭരിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. സർവശക്തനായിട്ടുള്ള കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.